ഹലോ, പഴയൊരു ജീൻസ് ഉണ്ടോ കയ്യിൽ? എങ്കിൽ കളയണ്ട, അത് വെച്ചൊരു ഐഡിയ ഉണ്ട്. ചെറുതാണ് പക്ഷേ യൂസ്ഫുൾ ആണ്. എന്താണെന്നറിയാൻ നേരെ വീഡിയോയിലേക്ക്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലൊരു ജീൻസ്. കളയാൻ വെച്ചിരിക്കുന്നതാണ്, പക്ഷേ കളഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരെണ്ണം നമുക്കിനി അതൊന്ന് പ്രയോജനപ്പെടുത്തിയെടുത്താലോ? അതിന് ഞാനിവിടെ ഒരു ഹാർഡ് ബോർഡ് പീസും പിന്നെ ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് വേറൊന്നിനുമല്ല, ഒരു വട്ടം വരയ്ക്കാനാണ്. ഇനി അതൊന്ന് ചെറുതായിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ജീൻസ് ഒന്ന് എടുത്ത് വിടർത്തിയിട്ട് ആ ഹാർഡ് ബോർഡ് പീസ് എടുത്ത് അതിൻ്റെ മേലെ വെച്ച് നോക്കാം. എന്നിട്ട് മാക്സിമം സ്റ്റിച്ചിങ്ങുകളൊക്കെ ഒഴിവാകുന്ന രീതിയിൽ ഒരു റൗണ്ട് വരച്ചെടുക്കാം. റൗണ്ട് വരയ്ക്കുമ്പോൾ ആ ഹാർഡ് ബോർഡ് പീസിനേക്കാളും ഒരല്പം കൂടുതലാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഹാർഡ് ബോർഡ് പീസിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് നമ്മൾ വെട്ടിയെടുത്ത ആ ജീൻസിൻ്റെ പീസ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോഴും ആ മേളിലും സൈഡിലൊക്കെ വരുന്ന സ്റ്റിച്ചിങ്ങുകളില്ലേ, അതൊന്നും അകത്ത് വരാതെ മാക്സിമം പുറത്തേക്ക് പോകാനായിട്ട് നോക്കണം. എന്നിട്ട് ബാക്കി വരുന്ന പീസ് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് മടക്കി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ പോക്കറ്റ് മാത്രമായിട്ട് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യെല്ലോ കളർ നൂലാണ് എടുക്കുന്നത്. അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഒരു ഗം ഇങ്ങനെ സൈഡിലൂടെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നൂല് പതുക്കെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ സെയിം നൂല് വെച്ച് ഇതിനെ ഹാങ് ചെയ്തിടാനുള്ള ഒരു ഹുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പോക്കറ്റിൻ്റെ നേരെ മുകളിലായി ഇതിങ്ങനെ തിരിച്ചു വെച്ച് ഒരു ഗം വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം കേട്ടോ. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗം ഉപയോഗിക്കുകയായിരിക്കും നല്ലത്.
അങ്ങനെ ഇതിൻ്റെ ഒട്ടുമിക്ക പണികളും കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇത്തിരി കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു നൂലാണ് എടുത്തേക്കുന്നത്. പിന്നൊരു പെൻസിലുണ്ട്, ഒരു സെല്ലോ ടേപ്പുണ്ട്. ഈ സെല്ലോ ടേപ്പിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഒരു നൂലെടുത്ത് മേളിലും കുറച്ച് സെല്ലോ ടേപ്പ്, അതിൻ്റെ താഴെയും കുറച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. വീണ്ടും അതേ നൂലെടുത്ത് സെൻറ്ററിൽ കുറച്ച് താഴെയായിട്ട് നല്ല പോലെ ഒന്ന് കെട്ടിടാം ആ പെൻസിലിൻ്റെ. ഇനി അത് ആ കെട്ട് വന്ന ഭാഗം അങ്ങനെ വെച്ചതാ ഇതുപോലെ ഓരോരോ കെട്ടിട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയും എടുത്തു കഴിഞ്ഞ് നമുക്ക് ആ നൂലും മേളിലത്തെ തുമ്പുമായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി അത് നൂരി എടുത്തു കഴിഞ്ഞിട്ട് ആ 2 തുമ്പുകളും കൂടെ കൂട്ടിക്കെട്ടിയാൽ അടിപൊളി ഒരു പൂവ് റെഡിയായി കിട്ടും. കണ്ടോ, ഇതുപോലെ. കുറച്ചൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അങ്ങനെ ഞാനിവിടെ ഇത്രയും ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് വെച്ച് നോക്കാം. എങ്ങനെ വെച്ചാലാ ഭംഗിയാവുന്നതെന്ന് അറിയണ്ടേ. ഏകദേശം നമുക്ക് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് മുത്തുകൾ, വൈറ്റ് കളറുള്ള മുത്തുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ ഒരു വാൾ ഹാങ്ങിങ് പോലെയോ അല്ലെങ്കിൽ ഇതുപോലൊരു ഫ്ലവർ വേസ് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഇട്ട് വെക്കാനോ ഒക്കെ ഇത് ഉപയോഗിക്കാം. കുട്ടികൾക്ക് വേണമെങ്കിൽ പെൻസില്, സ്കെയില് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വയ്ക്കാം. നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ്, ചീപ്പ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് ഒരു ഷെൽഫിൻ്റെ പ്രയോജനവും ഉണ്ടാകും, ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പലതരം ഉപയോഗങ്ങളുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.